എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ പ്രധാനമായി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരുവിധം മുൻകിട മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു ചില ആൾക്കാർ അവർ ചെയ്യുന്ന ഓരോ വീഡിയോകളും വീക്ഷിക്കാറുണ്ട്. ഇവർ സ്വയം പറയും, എനിക്കവിടെ ലോകമെമ്പാടും സുഹൃത്തുക്കളുണ്ട്, ഡൽഹിയിലാണ്, ഡൽഹിയിലും ഏത് രാജ്യത്തും ഏത് സ്റ്റേറ്റിലും എനിക്ക് എൻ്റേതായ ഒത്തിരി കോൺടാക്ട്സ് ഉണ്ട്. ആ വസ്തുതകളെ മുന്നിൽ വച്ചിട്ടാണ് ഇദ്ദേഹം വാർത്തകൾ ചെയ്യുന്നത്. ഈ സുഹൃത്തിനോടൊന്ന് പറയാനുള്ളത്, ഇദ്ദേഹം എല്ലാം മോശമായ വീഡിയോകൾ ചെയ്യുന്നു പറയില്ല, അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ വിവരങ്ങൾ കിട്ടുന്നത് എൻ്റെ പരിചയം കൊണ്ട് ഇങ്ങനെ സ്വയം ബൂസ്റ്റിംഗ് ചെയ്യുക അത്ര നല്ല ഭംഗിയുള്ള കാര്യമില്ല. ഇതിൽ ഒന്ന് രണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ഈ വീഡിയോ ചെയ്യുന്നവരോട് ഒന്ന് പറയാനുള്ളത്, കുറച്ച് പത്രധർമ്മം പുലർത്തുക. ഒരു ഉദാഹരണത്തിൽ ഇപ്പോൾ ബീഹാർ തന്നെ എടുക്കാം. ഒരു രാത്രി കൊണ്ടാണ് മൊത്തം കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ജയം ഒരാൾക്കുണ്ടാകും, തോൽവി എതിർ പാർട്ടിക്കും ഉണ്ടാകും, അത് സ്വാഭാവികം. എന്നാൽ ജയത്തിനെയും തോൽവിയെയും ഒരു വിശകലനം ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തിക്കുക, അതാണ് മാധ്യമധർമ്മം എന്ന് പറയുന്നത്. അത് ഒരു ചിലർ കാണിക്കുന്നില്ല. എത്ര മാധ്യമ പ്രവർത്തകരാണ് അവർ നേരിട്ട് ബീഹാറിൽ പോയി ഇലക്ഷന് മുമ്പുള്ള ദിവസങ്ങളെക്കുറിച്ചും അതിനുശേഷമുള്ള ദിവസങ്ങളെക്കുറിച്ചും നേരിട്ട് റിപ്പോർട്ട് ചെയ്തില്ല. ആരും ചെയ്തില്ല. കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പത്രക്കാരും വ്യക്തമായ സൂചന കൊടുക്കാറില്ല. അത് അവരുടെ എന്തെങ്കിലും ലാഭോച്ഛയ കണ്ടായിരിക്കും, അല്ലെങ്കിലും സത്യങ്ങളെ വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവും ഇല്ലാത്തത് തന്നെയാണ് കാരണം. എപ്പോഴും ഇവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക നേതാവിനെയാണ്. പ്രത്യേക നേതാവെന്ന് പറഞ്ഞാൽ രാഹുലിനെ. ഈ രാഹുലിനെ മോദി പപ്പു എന്ന് വിളിക്കും. മോദിയെ ഈ രാഹുൽ ഗാന്ധി ചോറെന്ന് വിളിക്കും, വോട്ട് ചോരി എന്ന് വിളിക്കും, എന്നൊക്കെ ചൗക്കീദാർ എന്നൊക്കെ വിളിക്കും. ഇത് ഒരിക്കലും ഈ രണ്ട് കൂട്ടർക്കും അവർക്ക് അവരുടെ പൊസിഷന് യോജിക്കാത്ത വാക്കുകളാണ് വിളിച്ചു പറയുന്നത്. ചില സമയത്ത് മോദിക്കും എന്ത് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിനും അറിയുന്നില്ല. ആവേശം കൊണ്ട് അദ്ദേഹം പലതും വിളിച്ചു പറയും. അതിലും വലിയ ആവേശത്തോടെ രാഹുലും പറയും. മീൻപിടുത്തക്കാലത്ത് രാഹുലിന് സ്പിരിറ്റ് വന്ന് മീൻപിടുത്തക്കാരുടെ കടലിൽ ചാടി മീൻ പിടിക്കാൻ പോകും. ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ഒരു പൊതു സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ പോർട്ടറെ കണ്ടാൽ ആ പോർട്ടർ വഹിക്കുന്ന ലഗേജ് എടുത്ത് തലയിൽ വെച്ച് ഇതൊക്കെ ദിസ് ഈസ് നോട്ട് ദ രാഷ്ട്രീയം. കുറച്ചുകൂടെ മെച്യൂരിറ്റി അദ്ദേഹം കാണിക്കേണ്ടതാണ്. കാരണം ഈസ് റെപ്രസെൻറ്റേറ്റിംഗ് ഇന്ത്യ. വളരെ പ്രധാനമാണ്. ഈ മാധ്യമപ്രവർത്തകർ എന്ത് തന്നെയായിരുന്നാലും രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് നോക്കി അതിനൊന്ന് ശരിയായി അനലൈസ് ചെയ്ത് വേണം ഓരോ വീഡിയോകളും ചെയ്യാൻ. അതാണ് ധാർമ്മികത. ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് വ്യക്തതയില്ലാത്ത കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്, മാധ്യമങ്ങളിൽ കൂടി കിട്ടിയ അറിവും പബ്ലിക്കിൽ കിട്ടിയ അറിയും ഒരു സുപ്രഭാതത്തിൽ 10,000 രൂപ വെച്ച് ഓരോ പാവപ്പെട്ട സ്ത്രീകളുടെ അക്കൗണ്ടിൽ ബീഹാർ ഗവൺമെൻറ് പൈസ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പിന്നിൽ അറിഞ്ഞതാണ് ഈ നേതാക്കന്മാർ, പ്രവർത്തകർ ആ വീട്ടിൽ പോയി ഭീഷണി ചെയ്തു,
നിങ്ങൾ ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ അയച്ച 10,000 രൂപയും പലിശ അടക്കം അടക്കേണ്ടി വരും. അങ്ങനൊരു ഭീഷണിപ്പെടുത്തലും ഉണ്ടതായി അറിയപ്പെടുന്നു. അതുണ്ടെങ്കിൽ തന്നെ അത് ഒരിക്കലും ഒരു ധാർമ്മികതയല്ല, ഒരു ജനാധിപത്യത്തിൻ്റെ എത്തിക്സിൽ പെട്ടതല്ല. ഇതിനാരും ഹൈലൈറ്റ് ചെയ്തത് ആരും ചോദിക്കാറുമില്ല. ഇദ്ദേഹത്തിന് ഈ ഭരണകൂടത്തിന് ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് എവിടെ നിന്ന് എങ്ങനെ ജനറേറ്റ് ചെയ്തു? എന്തായാലും സാധ്യമല്ല. അയാൾക്കെങ്കിലും വളഞ്ഞ വഴികൾ തന്നെ. പണ്ട് ഇങ്ങനെ പല ഗെമിക്സും നടന്നിട്ടുണ്ട്. രാത്രിയുടെ മറുപടി 1 മണിക്ക് നോട്ട് നിരോധനം നടപ്പാക്കി. അതുപോലെ തന്നെയാണ് ഇതും 10,000 രൂപ ഓരോരുത്തർ അക്കൗണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് അങ്ങോട്ട് എത്തി. ബട്ട് ഇവരെല്ലാവരും പാവം പിടിച്ചവരുടെയും വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെയും ഹരിജൻസിൻ്റെയും ആ ഇടയിൽ നുഴഞ്ഞു കയറി അവർക്കൊരു 10,000 രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു ധനമാണ്, വലിയൊരു കാര്യമാണ്. പാവം അവർ വിചാരിക്കുന്നില്ല ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്കറിയില്ല. എന്തായിരുന്നാലും ഞാൻ മാധ്യമപ്രവർത്തകരോട് ഒന്ന് പറയാനുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഒന്ന് ബീഹാർ സന്ദർശിക്കുക. അവിടെ യഥാർത്ഥം നടന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം അതിനെ ശരിയായ രീതിയിൽ റിപ്പോർട്ടെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഈ വിടിവായി തരം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇത് വരണം. ഇതിലൊക്കെ നല്ല മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരും ചില സമയത്ത് കാണിക്കുന്ന ചില പോഴത്തരങ്ങൾ വിളിച്ചു പറയാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാലും. ഇതിൽ ആർക്കെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ഒന്ന് ഖേദിക്കുന്നു, ക്ഷമിച്ചാലും. പക്ഷേ സത്യങ്ങൾ നമുക്ക് വിളിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും സത്യങ്ങളിലൂടെ മാധ്യമപ്രവർത്തനം നടത്താൻ ശ്രമിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.